ധൈര്യത്തിന് നോബൽ സമ്മാനമുണ്ടോ? മുമ്പ് ഞാൻ എമ്പുരാന് ധൈര്യത്തിനുള്ള ഓസ്കാർ കൊടുക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. അതേപോലെ ധൈര്യത്തിന് നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് ശ്രീ ഉണ്ണി ബാലകൃഷ്ണന് കൊടുക്കണം. കാരണം മോദിജിയെ നേരിട്ട് ആക്രമിക്കുക എന്നൊരു കാര്യം പൊതുവെ ഒരു മാധ്യമങ്ങളും ചെയ്യാറില്ല. പലപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങളും ചെയ്യാറില്ല. ദേശീയ തലത്തിലൊക്കെ നമ്മൾ ചർച്ചയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ നരേന്ദ്രമോദിജിയെ വിമർശിക്കേണ്ട ഒരു വിഷയം വരികയാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നതിന് ആരും ദേഷ്യമോ ഇതൊന്നും അത് നേരെ വേണമെങ്കിൽ അമിത്ഷാജിയെ വരെ വിമർശിക്കും. പക്ഷേ നരേന്ദ്രമോദിജി കാര്യം അദ്ദേഹം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പ്രധാനമന്ത്രിയാണ്, ഒരു വേൾഡ് സ്റ്റേച്ചർ നേടി. അദ്ദേഹത്തെ അങ്ങനെ ആക്രമിക്കുന്ന ഒരു രീതി പൊതുവെ ആരും അവലംബിക്കാറില്ല, എസ്പെഷ്യലി മാധ്യമങ്ങളിൽ. ഏഷ്യാനെറ്റിന്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPയുടെ ഹെഡാണ്, മോദിജിയുടെ വളരെ അടുത്ത ആളാണ്. ആ ചാനലിലിരുന്ന് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇതൊക്കെ പറയാൻ കഴിയണമെങ്കിൽ അസാമാന്യമായ ധൈര്യം ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണോ, എത്രമാത്രം ശരിയുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. പക്ഷെ അത് പറയാനുള്ള ധൈര്യം അത് അപാരമാണ്. അതിലെ ഓരോ വരിയും വളരുന്ന കാലത്തെ മാധ്യമ പ്രവർത്തകർ പഠിക്കേണ്ടതാണ്. ഇങ്ങനെ നിർഭയമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ നമുക്ക് കഴിയണം. അത് ആരാണെങ്കിലും, അത് ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും ശ്രീമതി സോണിയാഗാന്ധി ആണെങ്കിലും ഇനി നമ്മുടെ നാട്ടിലെ സഖാവ് പിണറായി വിജയൻ അവർകളാണെങ്കിലും ഈ രീതിയിലുള്ള നിർഭയത്വം, ഫിയർലെസ്നെസ്, ഇതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. എല്ലാവരെയും ബഹുമാനിക്കണം, വ്യക്തിപരമായി ബഹുമാനിക്കണം. അവരുടെ നിലപാടുകളെയും നയങ്ങളെയും അതിശക്തമായി ഭയമില്ലാതെ എതിർക്കാൻ കഴിയണം. ആ നിർഭയത്വം, സ്വാമി വിവേകാനന്ദനൊക്കെ പറയുന്ന ആ നിർഭയത്വം ലൈവായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഓരോ വരിയും നമുക്ക് പഠിക്കാം. സർജിക്കൽ സ്ട്രൈക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏത് കളിയിലും ഒരു അമ്പയർ ഉണ്ടായിരിക്കണം. എന്തിനാണ് ഒരു അമ്പയർ ഉണ്ടായിരിക്കേണ്ടത്? കളികളെല്ലാം ചില കളി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടക്കുക. ആ കളി നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ നിഷ്പക്ഷമായ ഒരു അമ്പയർ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ കളിയിൽ കള്ളക്കളി കാണിക്കുന്നവരെ റെഡ് കാർഡ് കാണിച്ച് പുറത്തിരുത്താൻ ഈ അമ്പയർ തയ്യാറാവുകയും വേണം. എന്നാൽ അമ്പയർ ഏതെങ്കിലും പക്ഷം പിടിച്ച് കളിച്ചാലോ, കളിയിൽ ചിലർ കുറച്ചുകൂടെ അമ്പയർ കള്ളക്കളി കളിച്ചാലോ ആര് റെഡ് കാർഡ് കാണിക്കും? ആ അമ്പയറുടെ ഇലക്ഷൻ കമ്മീഷനാണ്. നടത്തുന്ന കള്ളത്തരങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാലോ അമ്പയറിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. അമ്പയറിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് ആ മത്സരത്തിന്റെ സുതാര്യതയെ തന്നെ ഇല്ലാതാക്കും. യഥാർത്ഥത്തിൽ സമാനമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ് കേട്ടോ. 100 കോടി ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സുതാര്യമായും നിഷ്പക്ഷമായും സ്വതന്ത്രമായും നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 1952 മുതൽ 2025 വരെ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളെല്ലാം സ്തുത്യർഹമാം വിധം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. എന്ന് മാത്രമല്ല 1990-കൾ മുതലാണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്ഥാപനമുണ്ട് എന്ന് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർ അറിയുന്നത്. ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? 1990-ൽ ഇന്ത്യൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ ആളാണ് TN ശേഷൻ. TN ശേഷന്റെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന് അനവധിയായ അധികാരങ്ങളുണ്ട് എന്നും ആ അധികാരങ്ങൾ പ്രയോഗിക്കപ്പെടേണ്ടതാണെന്നും മനസ്സിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു TN ശേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് കേട്ടോ രാജ്യത്ത് ആദ്യമായിട്ട് വോട്ടേഴ്സ് ID കാർഡ്, നമ്മളൊക്കെ അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന വോട്ടേഴ്സ് ID കാർഡ് ഉണ്ടല്ലോ, നടപ്പിലാക്കി. ആ അർത്ഥത്തിൽ വ്യാജ വോട്ടുകൾ വലിയ രീതിയിൽ തടയുന്നതിൽ TN ശേഷൻ വഹിച്ച പങ്കെന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല. എന്ന് മാത്രവുമല്ല, പെരുമാറ്റച്ചട്ടമുണ്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. ആ പെരുമാറ്റച്ചട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്ന കർശന ബുദ്ധിയുള്ള ആളുകൂടിയായിരുന്നു TN ശേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ തലവേദന ഉണ്ടാക്കിയത് ആർക്കാണെന്ന് അറിയാമോ? ഭരിക്കുന്ന സർക്കാരിനായിരുന്നു. ഭരിക്കുന്ന സർക്കാരിന്റെ കണ്ണിലെ കരടായിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു TN ശേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അധികാരമുള്ളവർ ആ അധികാരം തങ്ങൾക്ക് അനുകൂലമായി പല രീതിയിൽ ഉപയോഗിക്കുവാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒട്ടേറെ സോപ്പുകൾ പ്രഖ്യാപിക്കും, ഒട്ടേറെ ഇളവുകൾ പ്രഖ്യാപിക്കും, അങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കും. TN ശേഷൻ അനുവദിച്ചിരുന്നില്ല. സർക്കാർ മെഷീനറി ദുരുപയോഗം ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. ആ അർത്ഥത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷത്തോട് കൂടുതൽ അടുത്ത് നിന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു TN ശേഷൻ. ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ വലിയ മാതൃകയായിട്ടുണ്ട്, ലോകത്തിന് തന്നെ മാതൃകയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയാമോ? 1989-ൽ ബാൽ താക്കറെ എന്ന് പറയുന്ന ശിവസേനയുടെ സ്ഥാപക നേതാവ്, ബാൽ താക്കറെ പറഞ്ഞാൽ മുംബൈ ചലിക്കും, ബാൽ താക്കറെ പറഞ്ഞാൽ മുംബൈ നിശബ്ദമാകും. അത്ര കരുത്തനായ ബാൽ താക്കറയെ വോട്ടവകാശം നിഷേധിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്.
ആ സംഭവമേ ആൾക്കാർ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എലാബറേറ്റ് ചെയ്യുക. അതായത് ബാലാസാഹേബ് താക്കറെ അറിയാമെങ്കിൽ മാതോശ്രീ നമ്മുടെ അമിതാഭ് ബച്ചൻ സർക്കാരിൽ ചെയ്തതൊക്കെ ബാലാസാഹേബ് താക്കറെയുടെ ലൈഫാണ്. കോൺഗ്രസും ബി ജെ പിയും അവിടുത്തെ ശിവസേന ഒബ്വിയസ്ലി കോൺഗ്രസും ബി ജെ പിയും എല്ലാ പാർട്ടികളും ബാലാസാഹേബ് താക്കറെ പറയുന്നതായിരുന്നു അവസാന വാക്ക്. കാര്യം മറാത്തി ജനതയുടെ മനസ്സിൽ അത്രമാത്രം സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വർഗീയതയുടെ ലക്ഷ്മണരേഖ അദ്ദേഹം കടന്നപ്പോൾ, അതായത് ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാകുന്ന രീതി സംസാരിച്ചപ്പോൾ സാക്ഷാൽ ബാലാസാഹേബ് താക്കറെയുടെ വോട്ടവകാശം എടുത്തു കളയുക. ഓർത്തു നോക്കുക, വോട്ടവകാശം എടുത്തു കളഞ്ഞു. നിങ്ങൾ ഇനി വോട്ട് ചെയ്യണ്ട. അത് ഹൈക്കോടതി വിധി വന്നു, സുപ്രീം കോടതി വിധി വന്നു. എന്നിട്ട് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന്. ബാലാസാഹേബ് താക്കറയുടെ എന്താ പറയുക, ഇല്ലെങ്കിൽ ബോംബെയിൽ നിൽക്കാൻ കഴിയില്ല, ഏത് പാർട്ടിക്ക് നിൽക്കാൻ കഴിയുന്നുള്ള അവസ്ഥയിൽ ബാലാസാഹേബ് താക്കറെയുടെ സാക്ഷാൽ ബാൽ താക്കറെയുടെ വോട്ടവകാശം എടുത്തു കളഞ്ഞ ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. വർഗീയത പറയുന്നു, മുസ്ലിം വിരോധം പറയുന്നു എന്ന് പറഞ്ഞ് ബാൽ താക്കറെയുടെ വോട്ടവകാശം എടുത്തു കളയാൻ നട്ടല് കാണിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷനുള്ള നാടാണ് ഇന്ത്യ. കരുത്തനായ ബാൽ താക്കറെയുടെ മൂക്ക് ചെത്തി മൂലക്കിരുത്തിയ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് ഇപ്പോൾ അതിശക്തമായ ചില ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടത് എന്താണ്? 300ഓളം MP-മാർ, 300ഓളം ലോക്സഭാ അംഗങ്ങൾ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായിരുന്നു അവർ പറഞ്ഞത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. 300 MP-മാർ എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല കേട്ടോ. അവർ ഏതാണ്ട് 40-45% വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇന്ത്യൻ ജനതയിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഇത് ഇന്നോ ഇന്നലെയോ സംജാതമായ സാഹചര്യമല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും തന്നെ പല സംശയങ്ങളും മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിക്കുന്നത് മുതൽ സംശയങ്ങൾ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2023 സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു വിധി പ്രസ്താവം നടത്തി. സുപ്രീം കോടതിയിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് ആ വിധി പ്രസ്താവം നടത്തിയത്. എന്തായിരുന്നു? ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ നിയോഗിക്കണമെന്ന് സംബന്ധിച്ച നിർദ്ദേശമാണ് ഭരണഘടനാ ബെഞ്ച് മുന്നോട്ട് വെച്ചത്. അതിനൊരു സമിതി ഉണ്ടാകണം. ആ സമിതിയിൽ 3 അംഗങ്ങൾ ഉണ്ടാകണം. ആ സമിതിയിലെ അംഗമായിരിക്കണം പ്രധാനമന്ത്രി, ആ സമിതിയിലെ അംഗമായിരിക്കണം പ്രതിപക്ഷ നേതാവ്. ഇവരെ കൂടാതെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഈ സമിതിയിൽ ഉണ്ടാകണമെന്നാണ് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത്. പക്ഷെ 2023 ഒരു നിയമനിർമ്മാണത്തിലൂടെ സുപ്രീം കോടതിയുടെ ഈ വിധിയെ കാറ്റിൽ പറത്തുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. എന്താണ് മോദി സർക്കാർ തീരുമാനിച്ചത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അങ്ങ് ഒഴിവാക്കി. പകരം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയ്ക്ക് അതിന്റെ ഘടനയെ മാറ്റി. ആ ക്യാബിനറ്റ് മന്ത്രി നമുക്ക് ഊഹിക്കാവുന്ന പോലെ അമിത്ഷാ ആയിരുന്നു. അതായത് നരേന്ദ്രമോദി, അമിത്ഷാ, രാഹുൽ ഗാന്ധി, ഈ 3 പേർ ചേർന്നിരുന്നുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കും. അങ്ങനെ നിയമിക്കുമ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിന് എന്താണ് വില? ആ ഒറ്റ വോട്ട് കൊണ്ട് മറുവശത്ത് 2 വോട്ടാണുള്ളത്. സ്വാഭാവികമായും മറുവശം തീരുമാനിക്കുന്ന, അതായത് ഭരണപക്ഷം തീരുമാനിക്കുന്ന ആൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകും, കേന്ദ്ര തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണറാകും. ഈ രീതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിക്കുന്ന ഘട്ടം മുതൽ തന്നെ സർക്കാരിന്റെ പിടി മുറുക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്താണ് സർക്കാരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർമ്മാണത്തിൽ അതിനെ രൂപീകരിക്കുന്നതിൽ പ്രത്യേകമായ താല്പര്യമുള്ളത്? ആ താല്പര്യം ശരിയല്ലല്ലോ. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണമായ അധികാരം വേണമെന്ന് ഒരു കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതിൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഘടനാപരമായ രാജ്യങ്ങൾ മോഡിയുടെ ഭരണകാലത്ത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അദ്ദേഹത്തിന്റെ പേര് അശോക് ലവാസ എന്നാണ്. അദ്ദേഹം രാജിവെച്ചു പോയി. എന്തായിരുന്നു കാരണം? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നടത്തിയ 2 പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങളാണെന്നും അതുകൊണ്ട് അത് ഈ വിദ്വേഷ പ്രസംഗം എന്നൊക്കെ ഹെയ്റ്റ് സ്പീച്ച് ആണ് പ്രധാനമന്ത്രി നടത്തിയെന്ന് പറയാൻ കാണിക്കുന്ന ആരാണ്? അത് എന്താ, ഞാൻ ആദരവോടെ കാണുകയാണ്. ഈ ചർച്ചയ്ക്ക് നാഷണൽ മീഡിയ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. എന്റെ പ്രധാനമന്ത്രി ഇങ്ങനെയല്ല, പ്രധാനമന്ത്രി എങ്ങനെ സംസാരിച്ച് കാണില്ല, ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയ തെറ്റിയായിരിക്കും. പ്രധാനമന്ത്രി എങ്ങനെ സംസാരിച്ചെങ്കിൽ എനിക്ക് വളരെ വേദനയും വിഷമവും ഉണ്ട്. അദ്ദേഹം പുനർചിന്തിക്കണം എന്നൊക്കെ. കാര്യം ഹെയ്റ്റ് സ്പീച്ച് എന്ന വാക്ക് പ്രധാനമന്ത്രിയോട് ചേർത്ത് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആർജവം കിട്ടിയില്ല. നരേന്ദ്രമോദി നടത്തിയ 2 പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങളാണെന്നും അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു അശോക് ലവാസ. അദ്ദേഹം പറഞ്ഞു, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് അവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷമായതുകൊണ്ടാണെന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗം, അതായത് മുസ്ലിം ഭൂരിപക്ഷം അവിടെ ഉള്ളത് കൊണ്ടാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗം മതസ്പർദ്ധ വളർത്തുന്നതാണെന്ന് അശോക് ലവാസ ചൂണ്ടിക്കാട്ടി. എന്ന് മാത്രമല്ല, ബീഹാറിൽ പോയി നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. പുൽവാമ, ബാലക്കോട്ടിന് ശേഷം അവിടെ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരിൽ വോട്ട് ചോദിച്ചു നരേന്ദ്രമോദി. ഇത് രണ്ടും തെറ്റാണ് എന്ന് അശോക്. അതിനുശേഷം മോദിജിയോടുള്ള എല്ലാ ആദരവും നിലനിർത്തി പറയട്ടെ, ആ രാജസ്ഥാനിലെ ബൻസ്വാരെ ചെന്ന് ഹിന്ദു സ്ത്രീകളുടെ താലിമാല എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നതേ
ഞാനത് വെറുതെ പറയല്ല. എന്നെ അതിൽ ഈ മോദി വിരുദ്ധ 1-2 ദേശീയ മാധ്യമങ്ങൾ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇല്ലല്ലോ മോദിജി അങ്ങനെ പറയില്ല. ഞാൻ ജെന്യൂൻലി വിശ്വസിച്ചിരുന്നില്ല അദ്ദേഹം അങ്ങനെ പറയും. ഇല്ല മോദിജി അങ്ങനെ പറയില്ല. അവസാനം അവർ എനിക്ക് വീഡിയോ അയച്ചു തന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ AI വെച്ച് വല്ലതും ജനറേറ്റ് ചെയ്തതാണ്. കാര്യം അങ്ങനെയൊന്നും പറയരുത്. കാര്യം അത് ഒന്ന് കള്ളമാണ്, രണ്ട് അത് വിദ്വേഷമാണ്, അതൊരു ഭയങ്കര മോശമാണ്. എങ്ങനെയാണ് തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുക? മോദിജി ഗാന്ധിജിയെ കുറിച്ച് പറയാറുള്ളൂ, മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കൂ. ചൂണ്ടിക്കാണിച്ചു, അതിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്കെതിരെ എടുത്തില്ല. പക്ഷേ നരേന്ദ്രമോദി അശോക് ലവാസയ്ക്കെതിരെ നിരന്തരം നടപടികൾ എടുത്തു. എന്തായിരുന്നു ചെയ്തത്? അശോക് ലവാസയുടെ വീട് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥാപനം, അദ്ദേഹത്തിന്റെ മകന്റെ സ്ഥാപനം, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ സ്ഥാപനം ഒക്കെ ഇൻകം ടാക്സ് റെയ്ഡ്. ആ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയതിന് പിന്നാലെ രാത്രിക്ക് രാത്രി രാജിവെച്ച് അശോക് ലവാസ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ച് ഇന്ത്യ വിട്ടു എന്നുള്ളതാണ് വസ്തുത. ഇതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറങ്ങിയ ഒരു നാടകം. ഇതൊന്നുമേ എനിക്ക് ഇതൊക്കെ പലർക്കും അറിയാമായിരുന്നെങ്കിൽ ഇത് ആരെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മറ്റൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അരുൺ ഗോയലും ഇതുപോലെ തന്നെ രാജിവെച്ചപ്പോഴാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചത്. ഇന്ത്യയിൽ അത് വലിയ വിവാദമായ വിഷയമായിരുന്നു. അദ്ദേഹവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഈ പറയുന്ന രാജിവെച്ചത്. ഈ അർത്ഥത്തിലൊക്കെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്തെ വിരമിച്ച 66 IAS ഉദ്യോഗസ്ഥർ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരാരും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നില്ല, അവരൊരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കളോ പ്രവർത്തകരോ അണിയോ അല്ല. എന്നിട്ട് കൂടി അവർ പറഞ്ഞു, രാഷ്ട്രപതിയോട് പറഞ്ഞു, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഒട്ടും തന്നെ സുതാര്യമല്ല എന്ന്. 2024 അത് ആവർത്തിച്ചു. 93 വിരമിച്ച IAS ഉദ്യോഗസ്ഥർ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വീണ്ടും കത്തെഴുതി, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ മുട്ടിലിഴയുകയാണ് എന്ന്. ആ അർത്ഥത്തിലൊക്കെ വലിയ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരാറ്റം ബോംബ് തന്നെയാണ് കേട്ടോ, സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധി പൊട്ടിച്ചിരിക്കുന്ന ഒരു ആറ്റം ബോംബാണ്. ഇന്ത്യൻ ജനാധിപത്യ ശുദ്ധീകരണ പ്രക്രിയയുടെ തുടക്കമാകാൻ പറ്റുന്ന ഒരു വലിയ വാർത്തയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് നേതാവായി മാത്രം കാണരുത്. അദ്ദേഹം ഇന്ത്യൻ രാജ്യത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവാണ്, അതിശക്തനായ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു സംശയം ഉന്നയിച്ചാൽ അതിന്റെ ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണണം. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കാൻ വരണ്ട, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കാൻ വരണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിന് നേരിട്ട് ഉത്തരവാദിത്വം വോട്ടർമാരായ ഇന്ത്യൻ ജനങ്ങളോടാണ്. പ്രവർത്തനത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംശയം ഇല്ലാതാക്കുക, ദൂരീകരിക്കുക എന്നുള്ളത് പ്രാഥമികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവര് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയല്ല വേണ്ടത്, തെളിവ് ചോദിക്കുകയല്ല വേണ്ടത്. എന്റെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ ഒരു കള്ളൻ കയറിയാൽ നമ്മൾ കള്ളനെ പിടിച്ചു കൊടുത്താൽ മാത്രം പോരാ, കള്ളന് പിടിച്ചു കൊടുക്കുന്നതിന്റെ സാഹചര്യ തെളിവുകൾ കൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നൊരു സ്ഥിതി വന്നാൽ ആ നീതി നിർവഹണത്തിന്റെ അർത്ഥം എന്താണ്? ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയോട് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ശരിയല്ല. അദ്ദേഹം പറഞ്ഞെന്താണ്? മഹാദേവപുര എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1,250,000 വോട്ടുകളാണ് കേട്ടോ വ്യാജമായി പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒറ്റ കോൺസ്റ്റിറ്റ്യുവൻസി ഒരു കാൻഡിഡേറ്റിന്റെ വിജയത്തെ തീരുമാനിച്ചു എന്നാണ്. ഇതൊരു ചെറിയ ആക്ഷേപമല്ല. ചോറ് വെന്തോ എന്ന് നോക്കാൻ എല്ലാ വറ്റുമെടുത്ത് പരിശോധിക്കേണ്ട, 2 വട്ടെടുത്ത് ഞെക്കി നോക്കിയാൽ മതി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ള അട്ടിമറികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടക്കുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ ടെസ്റ്റ് ഡോസ് ആയിട്ട് എടുക്കുന്നു. അവിടെ കണ്ടെത്തിയത് 1,250,000 ബോഗസ് വോട്ടുകളാണ്. ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ നിങ്ങൾ തെളിവ് തരൂ, നിങ്ങൾ സത്യവാങ്മൂലം തരൂ എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. കാരണം ഈ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം ഈ ജനാധിപത്യ പ്രക്രിയ സുതാര്യമായി, നിഷ്പക്ഷമായി, നീതിപൂർവമായി നടക്കുമെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധി എന്നല്ല, ഏതൊരു ഇന്ത്യൻ വോട്ടർ ഒരു സംശയം ഉന്നയിച്ചാലും നിങ്ങൾക്ക് അതിനകത്ത് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. സംശയം ദൂരീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കൈകൾ ശുദ്ധമാകും എന്ന് പ്രഖ്യാപിക്കാനുള്ള ബാധ്യതയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2002 ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന വർഷം KR നാരായണൻ പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി ഒരു പബ്ലിക് സർവേയെ കോട്ട് ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ബ്യൂറോക്രസിയേക്കാൾ, എക്സിക്യൂട്ടീവിനേക്കാൾ, ജുഡീഷ്യറിയേക്കാൾ ഇന്ത്യൻ ജനത വിശ്വസിക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു. ഒരു പബ്ലിക് സർവേയുടെ കണ്ടെത്തലാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ 2024 ലോക്നീതി CSDS എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഏജൻസി നടത്തിയ സർവേയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് അമ്പയെ കൂപ്പുകുത്തിയിരിക്കുകയാണ്, നിലംപതിച്ചിരിക്കുകയാണ്. എത്രയാണ് വിശ്വാസ്യത എന്നറിയാവോ? 4-3 പേരും
ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു ക്രെഡിബിൾ ആയ ഏജൻസി നടത്തിയ പബ്ലിക് ഒപ്പീനിയൻ സർവേയുടെ കണ്ടെത്തലാണ് ഞാൻ പറയുന്നത്. 2024 ശേഷം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും വോട്ടർമാർക്കും വിശ്വാസവും ഇല്ലായിരിക്കുന്നു എന്നൊരു കണ്ടെത്തലുണ്ട്. ആ സാഹചര്യത്തിലാണ് മഹാദേവപുര പോലെ ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികമായി വോട്ടർ ചേർക്കപ്പെട്ടതിനെ കുറിച്ചുള്ള വിഷയം എടുത്തു വെച്ചുകൊണ്ട് EVM-ലെ വോട്ടിന്റെ കണക്കും വോട്ട് ചെയ്തവരുടെ യഥാർത്ഥ കണക്കും ടാലിയാകാതിരിക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടാകുന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. അത് നിർവഹിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരിക തന്നെ വേണം. അതിന് പകരം തൊടുന്യായങ്ങൾ പറഞ്ഞ് ഒളിച്ച് കളിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത് സത്യവാങ്മൂലം തരാനാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ നിങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കണം. ഇവിടെ കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ 1 ലക്ഷം വോട്ടില്ലേ ചിന്തിക്കേണ്ട ഒരു കാര്യം. നിങ്ങളും രാവിലെ 6 മണിക്കും 7 മണിക്കും പോയി ആ വോട്ടിനൊരു വിലയുണ്ട്. ആ വോട്ട് എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്. ആ അഭിപ്രായത്തിന്റെയും നിലപാടിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു സർക്കാർ ഉണ്ടാവേണ്ടത്. ആ സർക്കാർ ഉണ്ടാകുന്ന പ്രക്രിയ അങ്ങേയറ്റം സുതാര്യമായിരിക്കണം. ഞാൻ BJP-കാരനാണോ കോൺഗ്രസ്സുകാരനാണോ CPM-കാരനാണോ എന്നതല്ല ഇവിടുത്തെ വിഷയം. മറിച്ച് ഞാൻ ചെയ്യുന്ന വോട്ട് ശരിയായ നിലയ്ക്ക് കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ടോ, ആ വോട്ട് രേഖപ്പെടുത്തലിലൂടെ ഈ രാജ്യത്തെ ജനാധിപത്യ സമ്പ്രദായം സുതാര്യമായി നിലനിൽക്കുന്നുണ്ടോ, അതോ ഞാൻ വഞ്ചിക്കപ്പെടുകയാണോ എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറകോട്ട് പോയിക്കൂടാ. അങ്ങനെ നിങ്ങൾ പുറകോട്ട് പോകുന്ന പക്ഷം നിങ്ങളെ കുറിച്ചുള്ള സംശയം പൊതുസമൂഹത്തിന് വർദ്ധിക്കുകയാണ് ചെയ്യുക. ആ സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കണം എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. ഒരു കാര്യം അക്ഷന്തവ്യമായി പറയട്ടെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രകം സർജിക്കൽ സ്ട്രൈക്ക് ഇവിടെ അവസാനിക്കുന്നു. അപാരം അത് പറയാൻ കഴിയുന്നതേ. നമുക്ക് പലപ്പോഴും മനസ്സിലെ അഭിപ്രായം കാണും, പക്ഷെ വെളിയിൽ പറയാൻ നമുക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഭരണത്തിൽ ഇരിക്കുന്നവരെന്ത് വിചാരിക്കും, നമുക്ക് നാളെ നഷ്ടം ഉണ്ടാവുമോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ചിന്തിക്കാം. പക്ഷെ ഇത്ര നിർഭയത്വത്തോടെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാന ചാനൽ പറയുന്നത് അത്ഭുതമാണ്. രാജീവ് ചന്ദ്രശേഖർ തന്നെയല്ലേ? രാജീവ് ചന്ദ്രശേഖർ ഇത് കണ്ടാൽ പുള്ളി എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഏഷ്യാനെറ്റിന്റെ ആ എഡിറ്റോറിയൽ ടീമിനും ഉണ്ണി ബാലകൃഷ്ണൻ സാറിനും കാലിൽ തൊട്ട് പ്രണാമം. ഇതേപോലുള്ള കുറച്ചു പേരുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം നന്നാവും. ആ ധൈര്യം നമുക്കുണ്ടാവും. ആരാണെങ്കിലും നാളെ എന്താ പറയുക, ഒരു ഇന്ദിരാഗാന്ധി എമർജൻസി ഇമ്പോസ് ചെയ്താൽ അതിനെ എതിർക്കാൻ, അല്ലെങ്കിൽ ഇലക്ഷനിൽ തട്ടിപ്പ് നടത്തിയാൽ അതിനെ എതിർക്കാൻ, ഇനിയും വേറെ എന്താ പെട്ടെന്ന് നമ്മൾ ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ ഭാഗത്ത് നിന്ന് അമിതാധികാര പ്രയോഗം ഉണ്ടായാൽ അതിനെ എതിർക്കാൻ, ആ രീതിയിൽ ഒരു മനസ്സ് നമുക്ക് വേണം. അങ്ങനെ ഒരു ബാലൻസ് ഉള്ള വലിയൊരു നിഷ്പക്ഷ സമൂഹത്തിന് വേണം. എല്ലാം 33% കോൺഗ്രസ്, 33% BJP, 33% CPM എന്ന രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ പൊതുജനം എന്നൊരു കാര്യമില്ല. ബാക്കി എല്ലാവരുടെയും വോട്ട് ഫിക്സ്ഡ് ആണ്. ഈ നിഷ്പക്ഷർ എന്ന് പറയുന്ന വലിയൊരു സമൂഹം ഉണ്ടെങ്കിലേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. ഉണ്ണി ബാലകൃഷ്ണൻ സാറിനെ പോലുള്ളവരുടെ സ്വരം അതിനാകട്ടെ വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണത്. ജയ് ഹിന്ദ്.